നമുക്ക് ഈ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, കുറച്ചുകൂടി എന്താ പറയുക, റൈറ്റ് ഹാൻഡ് ഞാൻ പറയില്ല, ആർ ഓഫ് എക്സ് ഇതുവരെ വന്ന പ്രോബ്ലത്തിലെല്ലാം ഒരു ടേം മാത്രമേ ഉള്ളൂ. ഇത് ഒന്നിൽ കൂടുതൽ ടേം വരുന്ന ഒരു പ്രോബ്ലമാണ് നമുക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 5y ഈക്വൽ ടു e raised to 0.5x plus 40 cos 10x minus 190 sin 10x. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇനിഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്. ഇനിഷ്യൽ കണ്ടീഷൻസ് പറയുന്നത് ഇതാണ്: y of 0 ഈക്വൽ ടു 0.16, y dash 0 equal to 40.08. ഓക്കെ, അപ്പം എന്തിനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? എന്താ, കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ അല്ലേ? കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ വെച്ചാൽ y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 5y ഈക്വൽ ടു 0. ഇതിൻ്റെ എന്ത് എഴുതണം? ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതണം. ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ വെച്ചാൽ ലാംഡ സ്ക്വയർ പ്ലസ് ഇതൊക്കെ നമുക്ക് അറിയാവുന്നവരെ 2 ലാംഡ പ്ലസ് 5 ഈക്വൽ ടു 0. സോ ഇതിന് നമ്മൾ റൂട്ട്സ് ഒക്കെ കണ്ടുപിടിക്കുന്നു. റൂട്ട് കണ്ടുപിടിച്ച് നമുക്ക് കിട്ടുന്നത് -1 + or -2a കിട്ടും. ഓക്കെ, സോ ഇത് കോംപ്ലക്സ് റൂട്ട്സ് ഇൻ കോൺജുഗേറ്റ് പെയർ ആണ്. സോ ഇത് YH എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? e raised to -x into c1 cos 2x plus c2 sin 2x. ഇത് കിട്ടുമല്ലോ, YHX കിട്ടി. ഇനിയുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ YPX നോക്കി, നിങ്ങൾ ആ ടേബിൾ നോക്കുക. ഞാൻ തന്നിരിക്കുന്ന ക്ലാസ് തന്നിരിക്കുന്ന ടേബിൾ നോക്കുക. ആ ടേബിളിൽ പറയുന്നുണ്ട്, ആ ടേബിൾ പ്രകാരം എന്താ പറയുന്നത്? k e raised to gamma x എന്ന് പറയുന്ന ടേം ആണ് r of x ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ YPX ആയിട്ട് എന്ത് ചൂസ് ചെയ്യണം? c e raised to gamma x. ഇവിടെ നോക്കി, ഗാമ ഓക്കെ സെയിം ആണ്. ഇനി പിന്നെ പറയുന്നത് എന്താണ്? k cos ഒമേഗ എക്സോ അല്ലെങ്കിൽ k sin ഒമേഗ എക്സോ, രണ്ടിടത്തും ഒമേഗ സെയിം ആണ്. ഓക്കെ, വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചൂസ് ചെയ്യേണ്ടത് YP ആയിട്ട് c cos ഒമേഗ എക്സ് പ്ലസ് d sin ഒമേഗ എക്സ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ ഒമേഗ സെയിം, ഒമേഗയുടെ പ്ലേസിലൂടെ വന്നിരിക്കുന്ന ആരാ? cos 10 sin 10, രണ്ടിനും 10 ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും കൂടെ നമ്മൾ കോമൺ ആയിട്ട് എന്ത് ചൂസ് ചെയ്താൽ മതി? c cos ഒമേഗ എക്സ് പ്ലസ് d sin ഒമേഗ എക്സ് ഉള്ള ഈ പാറ്റേണിൽ ചൂസ് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പം നമ്മളിവിടെ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ ഒരു ടേമായിട്ട് കാണുക, ഇതിന് രണ്ടിനെയും കൂടെ ചേർത്ത് ഒരൊറ്റ ടേമായിട്ട് കണ്ടാൽ മതി. നമ്മൾ ആ ടേബിളിൽ പറയുന്നത് എങ്ങനെയാണ്? കോസിൽ വന്നാലും സൈനിൽ വന്നാലും രണ്ടിനും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നിച്ചും എഴുതിയാൽ മതി. ഇനി പരീക്ഷയ്ക്ക് ചിലപ്പോഴത്തേക്ക് ഈ ടേം ഇല്ല, ഈ 40 cos 10x മാത്രമാണെന്ന് വിചാരിക്കുക. എങ്കിലും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്? c cos ഒമേഗ എക്സ് പ്ലസ് d sin ഒമേഗ എക്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇനി നേരെ മറിച്ച് ഈ 190 sin 10x മാത്രമേ ഉള്ളൂന്നിരിക്കട്ടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ, എങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്താണ്? ഈ c cos ഒമേഗ എക്സ് പ്ലസ് d sin ഒമേഗ എക്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ആ സം റൂളിൽ അത് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആ സം റൂള് 3 റൂള് പറഞ്ഞിട്ടില്ലേ, അതിൽ സം റൂൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാര്യം പറയാം. ഓക്കെ, ഇനി അപ്പം നോക്കിയേ, നമുക്കിനി YPX കണ്ടുപിടിക്കണം. അപ്പം ആദ്യം നമുക്ക് YPX കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ YP1x രണ്ടായിട്ട് കണ്ടിട്ടുണ്ട്. YP1x കണ്ടുപിടിക്കേണ്ടത് കറസ്പോണ്ടിങ് ടു ഏതാണെന്നറിയാവോ? e raised to 0.5x. e raised to 0.5x കറസ്പോണ്ടിങ് ആയിട്ട് YPX കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമ്മൾ എന്തായിരിക്കും ചൂസ് ചെയ്യുന്നത്? നമ്മൾ YP1 ആയിട്ട് ചൂസ് ചെയ്യാൻ സാധ്യത ഏതായിരിക്കും? c e raised to 0.5x. ഇനി ഈ c ഐഡന്റിഫൈ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ കണ്ടുപിടിക്കണം? YP1 ഡാഷും YP1 ഡബിൾ ഡാഷും കണ്ടുപിടിക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന ഇക്വേഷനിലേക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി? ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. സോ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിയുടെ വാല്യൂ 0.16 എന്ന് കിട്ടും. സോ നമ്മൾ YP1 കണ്ടുപിടിച്ചു. സോ നമ്മുടെ YP1x എന്ന് വെച്ചാൽ എന്ത് വരും? 0.16 e raised to 0.5x ആണല്ലോ YP1 കിട്ടുന്നത്. ഇനി അടുത്ത് നമുക്ക് YP2 കണ്ടുപിടിക്കണം. YP2.
സോ yp2ന്റെ ചോയ്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ആരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് നിങ്ങൾ നോക്കി ക്വസ്റ്റ്യൻ നോക്കിയേ, cos 10x sin 10x ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടിനും കൂടെ കോമൺ ആയിട്ട് നമുക്ക് ഏത് ഫോം, ഈ c cos omega x plus d sin omega x എന്നുള്ള ടേമിങ് എടുത്താൽ മതി. സോ ഞാൻ അത് എടുക്കാൻ പോണത് c cos 10x plus d sin 10x. ഇവിടെ നിന്ന് സിയും ഡിയും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ സിമ്പിൾ yp2 ഡാഷ് കണ്ടുപിടിക്കുക, yp2 ഡബിൾ ഡാഷ് കണ്ടുപിടിക്കുക, എന്നിട്ട് തന്നിരിക്കുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ നേരത്തെ കണക്കുകൾ ചെയ്തതാണെങ്കിൽ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് സി എന്ന് പറയുന്നത് 0 എന്നും ഡി എന്ന് പറയുന്നത് 2 എന്നും മനസ്സിലാക്കും. സോ നമ്മുടെ yp2 നമുക്ക് മനസ്സിലാവും 2 sin 10x ആണെന്ന് നമുക്ക് കിട്ടി. സോ ഇനി നമുക്ക് നമ്മുടെ ജനറൽ സൊല്യൂഷൻ എഴുതാം. എങ്കിൽ നമ്മുടെ ജനറൽ സൊല്യൂഷൻ അല്ലേ, നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ yh പ്ലസ് yp1 പ്ലസ് yp2. കാരണം അത്രയും ടേം ഉള്ളൂ. റൈറ്റ് ഹാൻഡ് സൈഡിൽ ആർ ഓഫ് എക്സ് കുറച്ച് ലെങ്തിയാണ്, നേരത്തെ പോലെ ഒരു ടേം അല്ല. സോ yh പ്ലസ് yp1 പ്ലസ് yp2 എന്ന് നമുക്ക് എഴുതേണ്ടി വരും. സോ അപ്പോൾ നമ്മുടെ yh എന്ന് വെച്ചാൽ എന്ത് വരും, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് e റൈസ് ടു x c1 cos 2x പ്ലസ് c2 sin 2x പ്ലസ് yp1 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ yp1? 0.16 അല്ലേ, 0.16 e റൈസ് ടു 0.5x പ്ലസ് yp2 2 sin 10x എന്ന് നമുക്ക് കിട്ടിയല്ലോ. പരിപാടി കഴിഞ്ഞില്ല. ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ രണ്ട് കോൺസ്റ്റൻസ് ഉണ്ട്. ആര്? c1 ഉം c2. ആ c1നെയും c2നെയും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ആ ഇനിഷ്യൽ കണ്ടീഷൻസ് ആയ y0 ഈക്വൽ ടു 0.6 നമ്മൾ ഉപയോഗിക്കാം. y0 ഈക്വൽ ടു 0.6, y'0 ഈക്വൽ ടു എന്താ 40.08. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ അറിയാലോ എന്താ ചെയ്യേണ്ടത്. അപ്പം ഇതിൽ 0 എക്സിന്റെ സ്ഥാനത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ y0 ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 0.16 ഈക്വൽ ടു e റൈസ് ടു 0 1 വരും. cos 0 1 ആയതുകൊണ്ടത് c1 c2 അങ്ങ് ക്യാൻസൽ ആയി പോകും, പ്ലസ് 0.16 കിട്ടും. ശരിയാണല്ലോ. സോ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് c1 കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് c1 ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടുന്ന് c1 ഈക്വൽ ടു 0. ഇനി നമുക്ക് c2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? y'0 ഈക്വൽ ടു 14.08 ഇല്ലേ. സോ നമ്മൾ ഈ കിടക്കുന്ന ടൈമിൽ എന്തെങ്കിലും എടുത്താൽ മതി? ആ ഡെറിവേറ്റീവ് അങ്ങ് എടുത്താൽ മതി അല്ലേ. അതൊക്കെ അറിയാതെ ഇനിഷ്യൽ വാല്യൂ കണ്ടീഷൻ. സോ നമ്മൾ ആ ഡെറിവേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ c2നെ ഐഡന്റിഫൈ ചെയ്യാം. c2നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് c1 കിട്ടി, c2 കിട്ടി. സോ c1 ഇവിടെ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, c2 10 എന്നും പറ്റുന്നു അല്ലേ. സോ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? അപ്പം e റൈസ് ടു മൈനസ് എക്സ്, c2 നമുക്ക് കിട്ടിയല്ലോ 10 ആണ്. സോ 10 sin 2x പ്ലസ് 0.16 e റൈസ് ടു 0.5x പ്ലസ് 2 sin 10x നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഇത്രയുള്ള പരിപാടി. ഓക്കെ, ഇങ്ങനെയാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ചില കണക്കിൽ നമ്മൾ ടേബിൾ തന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നമുക്ക് തന്നിരിക്കുന്ന ടേബിൾ എന്തൊക്കെ മാത്രമുള്ളായിരുന്നു? എക്സ്പൊണൻഷ്യൽ വന്നാൽ എങ്ങനെ ചെയ്യണം, nth ഡിഗ്രി പോളിനോമിയൽ വന്നാൽ എങ്ങനെ ചെയ്യണം, ഒരു k cos omega x k sin omega x വന്നാൽ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ e റൈസ് ടു ഗാമ എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സോ അല്ലെങ്കിൽ e റൈസ് ടു ഗാമ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സോ വന്നാൽ എങ്ങനെ ചെയ്യണം. ഈ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. പക്ഷേ ചില സമയത്ത് ക്വസ്റ്റ്യൻ എന്ത് പറ്റുമെന്ന് അറിയോ? ക്വസ്റ്റ്യനിൽ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ കയറി ചോദിച്ചോളെ. അതായത് ഫോർ എക്സാമ്പിൾ സൈൻ എച്ച് എക്സ് അല്ലേ, സൈൻ എച്ച് എക്സ് എന്ന് ചിലപ്പോൾ നമ്മളോട് കയറി ചോദിക്കും. പക്ഷെ അപ്പം നമ്മൾ ആലോചിക്കും, നമ്മൾ ടേബിളിൽ നമ്മൾ എന്ത് പഠിപ്പിച്ചിട്ടില്ല? സൈൻ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പം നമുക്ക് എന്താ പറ്റുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷനെ നമുക്ക് മാറ്റി എഴുതാൻ അറിയാം. എങ്ങനെ? സൈൻ എച്ച് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? e റൈസ് ടു എക്സ് മൈനസ് e റൈസ് ടു എക്സ് മൈനസ് 5/2 അല്ലെ, 1/2 e റൈസ് ടു എക്സ് മൈനസ് 1/2 e റൈസ് ടു മൈനസ് എക്സ്. സോ നമുക്ക് എക്സ്പോണൻഷ്യൽ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് ആ മെത്തേഡിൽ ഇങ്ങനെ ചെയ്യുക. ഇനി ചില സമയത്ത് പരീക്ഷയ്ക്ക് കോസ് എച്ച് എക്സ് ആയിരിക്കും റൈറ്റ് സൈഡ് തന്നത്. അപ്പം നമ്മൾ ചോദിക്കും നമുക്കിത് അറിയത്തില്ല, നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. എന്താ കോസ് എച്ച് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം?
ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ടു. സോ നമ്മൾ എക്സ്പോണൻഷ്യൽ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിക്ക് ചെയ്താൽ മതി. സോ നമ്മളപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്താണ്, ഈ ഒരു മെത്തേഡാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാമെന്നൊരു ഐഡിയയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇത്രയുള്ള മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ,